ഗൈസ്, വീണ്ടും ഞാൻ തന്നെ. ഇന്ന് നമ്മൾ ക്ലേ കൊണ്ട് ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാൻ പോണ്. ചെടിച്ചട്ടി മാത്രമല്ല, ചെടിയുണ്ട്. എന്താവും എന്നുള്ളതൊക്കെ നമുക്ക് അവസാനം കാണാം. ഈ ഒരു ഐഡിയ എനിക്ക് അമ്മ പറഞ്ഞു തന്നാണ്. മുമ്പ് ഒരു തവണ ഞാൻ ചെടിച്ചട്ടി ഉണ്ടാക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചു. കുറേ ഞാനിട്ട് ഉരുട്ടാനും ചെടിച്ചട്ടി ഉണ്ടാക്കാനൊക്കെ നോക്കിയെങ്കിലും എന്നെ കൊണ്ട് പറ്റണേ ഉണ്ടായിരുന്നില്ല. ഇത് അവസാനം അമ്മ പറഞ്ഞു തന്നു, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പറ്റുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഞാൻ പെട്ടെന്ന് ചെടിച്ചട്ടി ഉണ്ടാക്കി. അപ്പം അമ്മോട് ഒരു താങ്ക്സ് അറിയണേ. നമ്മൾ ചെടിച്ചട്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് ഒരു മൂലയ്ക്ക് മാറ്റി വെക്കണം കേട്ടോ. നന്നായിട്ട് ഷേപ്പ് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നുമായിരിക്കും, പക്ഷെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല കേട്ടോ. ഞാൻ സിമ്പിളായിട്ട് എടുത്തു. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഈ മണ്ണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ എന്ത് രസമാണെന്നല്ലേ. അമ്മയ്ക്കും തോന്നാറില്ല അത്ര ഇങ്ങനെ മണ്ണ് കളിക്കാനൊന്നും. പക്ഷെ എനിക്ക് എന്താണാവോ, എനിക്ക് ക്ലേ വെച്ചുള്ള പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുമ്പൊന്നും ചെയ്യാറില്ല എന്ന് മാത്രം. അറിയാത്തതുകൊണ്ടാണ്. അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ കയ്യിൽ നിന്ന് ഇറക്കി വെക്കണില്ല സാധനം. അങ്ങനെ അത്യാവശ്യം പരിശ്രമത്തിനൊടുവിൽ ഞാൻ ചെടി ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ചട്ടി റെഡി, ചെടിയും റെഡി. ഇനി അതിൽ കുറച്ച് പൂ വെക്കണം. പൂവിനായിട്ട് ഞാൻ കുറച്ച് അലങ്കാര പരിപാടികളാണ് നോക്കുന്നത്. അലങ്കോലം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുമുണ്ട്. ഈ ഒരു ഐഡിയ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവും കേട്ടോ. എനിക്ക് നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതിന് പെയിന്റ് അടിച്ച് എങ്ങനെ ആവും എന്നുള്ളത് എനിക്കറിയില്ല. ഇങ്ങനെ കാണാനാണ് കുറച്ചും കൂടി രസം. ഇതിങ്ങനെ ചുരുട്ടി 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 റോസാപ്പൂ പോലെയൊക്കെ ഇരിക്കും. ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഉണ്ടാക്കാനുള്ളൊരു ക്ഷമ എനിക്കില്ലാത്തത് കൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് ലൈനിടുമ്പോൾ നിങ്ങളിങ്ങനെ പാമ്പ് ഇഴയുന്ന പോലെ ലൈനിട്ട് കൊടുക്കായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. വളഞ്ഞ് 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 അങ്ങനെ ഇടുമ്പോൾ ഒരു ഷേപ്പ് കിട്ടും. ആ ഷേപ്പിലാണെങ്കിൽ കുറച്ചും കൂടെ രസമായേനെ. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ട്രയൽ ആയതുകൊണ്ട് എനിക്ക് വീണ്ടും ശ്രമിക്കാനുള്ളൊരു ആഗ്രഹം ഇല്ലായിരുന്നു. എങ്ങാനും തെറ്റിപ്പോയാൽ വീണ്ടും നെക്സ്റ്റ് പണിയാവില്ലേ. പിന്നെ എനിക്കത് വിഷമായി, കരച്ചിലായി, ബുദ്ധിമുട്ടായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, കൂടുതൽ പ്രശ്നങ്ങൾക്കൊന്നും പോയില്ല. ഞാൻ ഉണ്ടാക്കിയ ആ രീതിക്ക് തന്നെ ഞാൻ ചെടിയിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു. എനിക്കും അമ്മയ്ക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി അച്ഛൻ വന്ന് കണ്ടിട്ട് വേണം അച്ഛനും കൂടി അഭിപ്രായം പറയാൻ. ഇനി അതെന്താവണാവോ. അങ്ങനെ നമ്മുടെ ചെടിയും ചെടിച്ചട്ടിയും എല്ലാം അവിടെ റെഡിയായി. നമുക്കിനി അത് വെയിലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടും. ആ ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പെയിൻ്റ് അടിക്കും. പെയിൻ്റ് അടിച്ച വീഡിയോ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റന്നാൾ. ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഉണങ്ങി കിട്ടണമല്ലോ. ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാലേ പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ ഈ സംഭവം ഇഷ്ടമായോ? എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ലേയിൽ കളിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്തായാലും അടിപൊളി സംഭവം കേട്ടോ. എനിക്ക് അവസാനത്തെ ഇങ്ങനെയാണ് എൻ്റെ റിസൾട്ട് കിട്ടിയത്.